ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണിമൂന്തൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ണിമൂന്തൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ ഇനി കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞല്ല, സീരിയസ്ലി നല്ല. കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കയറി സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ. ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഇന്നത് എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നം അത് തന്നെ. എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, സോറി ഉണ്ണിമൂന്തനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഒരാൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയ കൊണ്ടുപോയിട്ട് ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിനെ തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, ഓക്കെ, നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരുമെന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR ബസ്സില് ഉണ്ണിമൂന്തന്റെ പോസ്റ്ററുകളാണ്, ഉണ്ണിമൂന്തനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്തന്റെ പോസ്റ്ററുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്തനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെ